മൈക്രോബയോളജി, ബയോകെമിസ്ട്രി, പാത്തോളജിന്റെ ഫ്രീ റാങ്ക് ഫയൽ. പിന്നെ ഡിപ്പാർട്ട്മെന്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ കറക്റ്റ് ആയിട്ട് ആപ്ലിക്കേഷൻ ഫോം സബ്മിറ്റ് ചെയ്തു എന്ന് വിചാരിക്കുന്നു. നമ്മൾ സിലബസ് പ്രകാരം തന്നെ ഡീറ്റെയിൽഡ് തിയറി ക്ലാസ്സസ് അവൈലബിൾ ആവും. നിങ്ങൾക്ക് എത്രത്തോളം നമ്മളിങ്ങനെ ഓർമ്മയിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമ്മളൊരു ഡെയിലി ടെസ്റ്റ് നടത്തും. ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു എജൂസ് ഇന്റർനാഷണൽ അക്കാഡമി. അപ്പൊ നമുക്കറിയാം ഹോമിയോ, IMS, ഓയിൽ പാം, ആയുർവേദ ഇതിനൊക്കെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു അല്ലേ. സോ നമ്മുടെ ഫസ്റ്റ് ബാച്ചും നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എജൂസ് ഇന്റർനാഷണൽ അക്കാഡമി ഫസ്റ്റ് ബാച്ചും സ്റ്റാർട്ട് ചെയ്തു. അതുപോലെ തന്നെ നമ്മൾ ഇനിയിപ്പോ കുറെ എൻക്വയറീസ് വരുന്നുണ്ട്. സോ നമ്മൾ സെക്കൻഡ് ബാച്ചും സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. March 4th നമ്മൾ പുതിയ സെക്കൻഡ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ എല്ലാവരും കാറ്റഗറി നമ്പർ പിന്നെ ഡിപ്പാർട്ട്മെന്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ കറക്റ്റ് ആയിട്ട് ആപ്ലിക്കേഷൻ ഫോം സബ്മിറ്റ് ചെയ്തു എന്ന് വിചാരിക്കുന്നു. ഇവിടെ നിങ്ങൾക്ക് പ്രോബബിൾ പീരീഡ് ഓഫ് എക്സാം കാണാം. ഓക്കെ, സെപ്റ്റംബർ നവംബറിലാണ് എക്സാം ഉണ്ടാവുക. ഓക്കെ, അപ്പൊ നമ്മുടെ എജൂസ് ഇന്റർനാഷണൽ അക്കാഡമി നമ്മളിപ്പോ ഒരു സെക്കൻഡ് ബാച്ച് തുടങ്ങുക ചെയ്യുന്നത് അല്ലെ. 4th March സെക്കൻഡ് ബാച്ച് തുടങ്ങുക ചെയ്യുന്നത്. സോ നമ്മളെ അക്കാഡമി ഓഫർ ചെയ്യുന്ന കാര്യങ്ങളാണ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടില്ലേ. ഡീറ്റെയിൽഡ് തിയറി ക്ലാസ്. ഓക്കെ, നമ്മൾ സിലബസ് പ്രകാരം തന്നെ ഡീറ്റെയിൽഡ് തിയറി ക്ലാസ്സസ് അവൈലബിൾ ആവും നിങ്ങൾക്ക്. അതുപോലെ തന്നെ ആനിമേറ്റഡ് ക്ലാസ്. സോ നമ്മൾ കുറെ ആൾക്കാർ കുറെ വായിച്ച് പഠിച്ചിട്ടൊന്നും കാര്യമില്ല അല്ലെ. കുറെ കൂടി മെമ്മറിയിൽ സ്റ്റോർ ചെയ്യാൻ വേണ്ടി ആനിമേറ്റഡ് ക്ലാസ് അല്ലെ. കുറെ ആനിമേഷനും കാര്യങ്ങളൊക്കെ കണ്ടാലും നമുക്ക് കുറച്ചുകൂടി നല്ല രീതിയിൽ നമ്മളെ ബ്രെയിനിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. അതുപോലെ ലൈവ് ആൻഡ് റെക്കോർഡഡ് ക്ലാസ്. സോ ലൈവ് ക്ലാസ് ഇനിയിപ്പോൾ നിങ്ങൾ വർക്കിംഗ് ആണെങ്കിൽ ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ റെക്കോർഡഡ് ആയിട്ട് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. സോ ലൈവ് ആൻഡ് റെക്കോർഡഡ് ക്ലാസ്. പിന്നെ അതുപോലെ റാങ്ക് ബൂസ്റ്റർ. ഓക്കെ, ഫോക്കസ് ഏരിയയും പിന്നെ അതുപോലെ കൂടുതൽ ക്വസ്റ്റ്യൻസ്, MCQ, പിന്നെ അതുപോലെ തന്നെ ഫോക്കസ് ഏരിയ, പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ. നിങ്ങളെ റാങ്ക് ഒന്ന് ബൂസ്റ്റ് ചെയ്യാൻ ഒരു റാങ്ക് ബൂസ്റ്റർ ഉണ്ട്. പിന്നെ അതുപോലെ പീരിയോഡിക് റിവിഷൻ അല്ലെ. നമ്മൾ എപ്പോഴും പഠിച്ചാൽ മാത്രം പോരാ അല്ലെ. നമ്മൾ എത്രത്തോളം പഠിച്ചു, എത്രത്തോളം നമ്മളിങ്ങനെ ഓർമ്മയിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമ്മളൊരു ഡെയിലി ടെസ്റ്റ് നടത്തും. ഓക്കെ, നിങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു സിലബസിന്റെ അതിന്റെ ഏതൊക്കെ പോർഷൻസാ നമ്മൾ കവർ ചെയ്യുന്നത് അതിന്റെ താഴെ തന്നെ നിങ്ങൾക്ക് ഡെയിലി ടെസ്റ്റ് അവൈലബിൾ ആയിരിക്കും. ഓക്കെ, സോ നമുക്ക് മനസ്സിലാക്കാം നമുക്ക് ഈ പോർഷൻ എത്രത്തോളം നമ്മൾ പഠിച്ചു എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഡെയിലി ടെസ്റ്റ്. അതുപോലെ തന്നെ വീക്ക്ലി ടെസ്റ്റ്. ഓക്കെ, സോ വീക്ക്ലി ഓരോ വീക്കിലും അല്ലെ നമ്മൾ എത്രത്തോളം പഠിച്ചു എന്ന് റിവൈസ് ചെയ്യാം. അതുപോലെ നമ്മൾക്ക് എത്രത്തോളം ഓർമ്മയുണ്ട് എന്നും കൂടി നോക്കാൻ വേണ്ടിയിട്ടാണ് വീക്ക്ലി ടെസ്റ്റ് ഉള്ളത്. സോ ഡെയിലി ടെസ്റ്റ്, വീക്ക്ലി ടെസ്റ്റ്, അതുപോലെ മന്ത്ലി ടെസ്റ്റ്. ഓക്കെ, സോ വെറുതെ വായിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല അല്ലെ. നമ്മൾ എന്തായാലും നമ്മൾ മറന്നുപോകും. സോ ഒരു പീരിയോഡിക് ടെസ്റ്റ് പോലെ തന്നെ നമ്മൾ ഡെയിലി, വീക്ക്ലി, മന്ത്ലി ടെസ്റ്റ് ഒക്കെ കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും. പിന്നെ അതുപോലെ പീരിയോഡിക് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ. ഓക്കെ, സോ യൂട്യൂബിലും അവൈലബിൾ ആയിരിക്കും ക്വസ്റ്റ്യൻ ഡിസ്കഷൻ. നമ്മൾ ലൈവായിട്ട് യൂട്യൂബ് ലൈവായിട്ട് തന്നെ നമ്മൾ നടത്തും. പിന്നെ അതുപോലെ മെന്റർ സപ്പോർട്ട്. നിങ്ങൾക്ക് ഏറ്റവും ആവശ്യമുള്ള ഒരു കാര്യമാണല്ലേ മെന്റർ സപ്പോർട്ട്. നമ്മളെ കാര്യങ്ങളൊക്കെ ഒന്ന് തുറന്ന് സംസാരിക്കാൻ, അതായത് നമ്മളെ പോർഷൻസ് മനസ്സിലാവുന്നില്ലെങ്കിൽ അല്ല കുറച്ചുകൂടിയും ഈസി ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോ മെന്റേഴ്സിനെ കിട്ടുന്നതായിരിക്കും. ഓക്കെ, സോ മെന്റർ സപ്പോർട്ടും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. സോ ഇതൊക്കെയാണ് നമ്മൾ അക്കാഡമി ഓഫർ ചെയ്യുന്നത്. പിന്നെ നമുക്ക് ഫ്രീ റാങ്ക് ഫയലും അവൈലബിൾ ആണ്. മൈക്രോബയോളജി, ബയോകെമിസ്ട്രി, പാത്തോളജിന്റെ ഫ്രീ റാങ്ക് ഫയൽ. മൈക്രോബയോളജി 600 പേജ്, ദെൻ ബയോകെമിസ്ട്രി 460 പേജ് ആൻഡ് പാത്തോളജി 241 പേജസ് ആയിട്ടുള്ള 3 ബുക്സ് നിങ്ങൾക്ക് അവൈലബിൾ ആവും. ഓക്കെ, എക്സ്ക്ലൂസീവ്ലി ഫ്രീ ആണ്. പിന്നെ അതുപോലെ തന്നെ MLT ഓറിയന്റഡ് ആണ്. ഓക്കെ, നിങ്ങളെ സിലബസും കാര്യങ്ങളൊക്കെ ഓറിയന്റഡ് ആയിട്ടുള്ള PYQവും ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ടെക്സ്റ്റ് ബുക്കാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. സോ പെട്ടെന്ന് തന്നെ ഈ നമ്പറിലേക്ക് വിളിക്കാം. നിങ്ങൾക്ക് അഡ്മിഷനിലായിട്ട് ഇപ്പൊ തന്നെ വിളിച്ച് കാര്യങ്ങളൊക്കെ അറിയാം, ക്ലാസ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയാം. സോ നമ്മുടെ batch 2 March 4th തുടങ്ങുവാണ്. സോ എല്ലാവരും ഇന്ന് തന്നെ വിളിച്ച് കാര്യങ്ങളൊക്കെ അറിഞ്ഞോളൂ. ഓക്കെ, സോ ഇന്ന് തന്നെ നമുക്ക് പഠിച്ചു തുടങ്ങാം അല്ലേ. ഓക്കെ, ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.